കേരളത്തിലായാലും ഗൾഫിലായാലും ഇന്ന് എല്ലാവർക്കും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം. പക്ഷേ കണക്കുകൾ പറയുന്നത് 90% സ്റ്റാർട്ടപ്പുകളും ആദ്യത്തെ 3 വർഷത്തിനുള്ളിൽ പൂട്ടുന്നു എന്നതാണ്. എന്തുകൊണ്ട് ഇത്രയും അധികം ഐഡിയകൾ പരാജയപ്പെടുന്നത്? പ്രോബ്ലം വേഴ്സസ് ഐഡിയ അല്ല, ഐഡിയയുടെ പ്രശ്നപരിഹാരമാണ് പ്രധാനം. നിങ്ങളുടെ കയ്യിൽ ഒരു ഗംഭീര ഐഡിയ ഉള്ളത് കൊണ്ട് മാത്രം സ്റ്റാർട്ടപ്പ് വിജയിക്കില്ല. ഫണ്ടിങ് ഈസ് നോട്ട് വിക്ടറി. പലരും വിചാരിക്കുന്നത് ഫണ്ടിങ് കിട്ടിയാൽ സ്റ്റാർട്ടപ്പ് വിജയിച്ചു എന്നതാണ്. എന്നാൽ ഫണ്ടിങ് എന്നത് ഒരു കടബാധ്യതയോ ഉത്തരവാദിത്വമാണ്. സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സ്റ്റാർട്ടപ്പിന് അധികകാലം ഫണ്ടിങ് കൊണ്ട് നിലനിൽക്കാൻ കഴിയില്ല. ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് മോഡലാണ് ആദ്യം വേണ്ടത്. ദ ഡേഞ്ചർ ഓഫ് പ്രീ മെച്യൂർ സ്കെയിലിംഗ്. ബിസിനസ് ഒന്ന് പച്ചപിടിക്കുമ്പോൾ ഓഫീസ് വലുതാക്കുക, കൂടുതൽ സ്റ്റാഫിനെ എടുക്കുക, അനാവശ്യ പരസ്യങ്ങൾ നൽകുക എന്നൊക്കെ കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് പ്രീ മെച്യൂർ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. വരുമാനത്തേക്കാൾ വേഗത്തിൽ ചെലവ് വർദ്ധിക്കുന്നത് സ്റ്റാർട്ടപ്പിന്റെ അന്ത്യത്തിന് കാരണമാകും. ടീം ഈസ് എവറിഥിങ്. ടീമാണ് കരുത്ത്. ഒരാൾക്ക് മാത്രമായി ഒരു സ്റ്റാർട്ടപ്പ് കെട്ടിപ്പടുത്താൻ കഴിയില്ല. നിങ്ങളെ പോലെ തന്നെ വിഷനുള്ള, കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ള ഒരു ടീമിനെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. തെറ്റായ ആളുകളെ ടീമിലേക്ക് എടുക്കുന്നത് ഒരു സ്റ്റാർട്ടപ്പിനെ ഉള്ളിൽ നിന്ന് തകർക്കും. ലേൺ ടു പിവറ്റ്. നിങ്ങൾ പ്ലാൻ ചെയ്ത രൂപത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നില്ല. മാർക്കറ്റിലെ മാറ്റങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ പ്ലാനിലും മാറ്റം വരുത്താൻ നിങ്ങൾ തയ്യാറായിരിക്കണം. കടുംപിടുത്തം പിടിക്കുന്ന സംരംഭകർക്ക് സ്റ്റാർട്ടപ്പ് ലോകത്ത് നിലനിൽപ്പില്ല. നിങ്ങളുടെ ഐഡിയ വലിയ രൂപത്തിൽ തുടങ്ങുന്നതിന് മുമ്പ് MVP ഉപയോഗിച്ച് ഒരു ചെറിയ ഗ്രൂപ്പിൽ ടെസ്റ്റ് ചെയ്യുക. ഫോക്കസ് ഓൺ ക്യാഷ് ഫ്ലോ. തുടക്കം മുതൽ തന്നെ പണമൊഴുക്ക് നിയന്ത്രിക്കാൻ പഠിക്കുക. ലിസൺ ടു കസ്റ്റമേഴ്സ്. നിങ്ങൾക്കല്ല, നിങ്ങളുടെ കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടതെന്ന് നിരന്തരം ചോദിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ടോ? അതോ നിലവിലുള്ള ബിസിനസ് ഒരു സ്റ്റാർട്ടപ്പ് മോഡലിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പരാജയപ്പെടാതെ എങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണം എന്നറിയാൻ സ്റ്റാർട്ടപ്പ് എന്ന് കമന്റ് ചെയ്യൂ. നമുക്ക് സംസാരിക്കാം.